കുട്ടിക്കാലത്തെ ഓർമ്മകളിലേക്കാണെന്ന് കടന്നു പോകുന്നത്. എൻ്റെ കുട്ടിക്കാലത്ത് നിലമ്പൂരിനടുത്തുള്ള ചന്തക്കുന്നിൽ ഒരു കുഞ്ഞിക്കോയ ഉണ്ടായിരുന്നു. ബസ് സ്റ്റാൻഡിലേക്കോ ബസ്സിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും കടകളിലേക്കോ ഒക്കെ അദ്ദേഹം കയറി വരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ചുറ്റും ഒരുപാട് ആളുകൾ അങ്ങോട്ട് കൂട്ടം കൂടും. എന്താ സംഭവം എന്നറിയോ? അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ബീഡിക്കുറ്റി കൊണ്ടും നാണയങ്ങൾ കൊണ്ടും കറൻസി നോട്ടുകളൊക്കെ ഉപയോഗിച്ചിട്ട് അദ്ദേഹം സൂപ്പറായിട്ട് മാജിക് കളിക്കും. ഇങ്ങനെ ഈ വലിച്ചുകൊണ്ടിരിക്കുന്ന ബീഡി അങ്ങോട്ട് വിഴുങ്ങും. അതിനുശേഷം അടുത്ത് നിൽക്കുന്ന ചെക്കൻ്റെ ചെവിയിൽ നിന്ന് അതങ്ങോട്ട് പുറത്തെടുക്കും. അപ്പോൾ ആളുകളെല്ലാം കൂടി ആർത്ത് ചിരിക്കും, കയ്യടിക്കും. ഈ കയ്യടക്കത്തിൻ്റെ കാര്യത്തിൽ ഇത്രയും സമർത്ഥനായ ഒരാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇപ്പം ഞാൻ ആലോചിക്കുന്നത്, ഇത്രയും കഴിവുകളൊക്കെ ഉണ്ടായിട്ടും ഈ കുഞ്ഞിക്കോയ എവിടെയും എത്താതെ അങ്ങ് അവസാനിച്ചു പോയത് എന്തുകൊണ്ടാണ് എന്നാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ നാട്ടിൽ കവളമുക്കട്ടയിൽ പാടങ്ങളിൽ കൊയ്ത്ത് കഴിഞ്ഞാൽ ഉടനെ എല്ലാ കൊല്ലവും അവിടെ ഈ ടെൻറ്റ് കെട്ടി താമസിച്ച് ആഴ്ചകളോളം സർക്കസും മാജിക്കൊക്കെ കാണിക്കുന്ന നാടോടികൾ സ്ഥിരമായിട്ട് വരുമായിരുന്നു. ആ മാജിക് ഷോ കാണാൻ വേണ്ടിയിട്ട് ഞാൻ എത്രയോ വട്ടം പോയിട്ടുണ്ട്. ഗംഭീര പെർഫോമൻസ് ആയിരിക്കും. രഹസ്യം ഒന്നും ഒട്ടും ചോർന്നു പോവാതെ അവരിങ്ങനെ മാജിക്ക് കാണിച്ച് നമ്മളിങ്ങനെ കൊതിപ്പിക്കും. ആ കൂട്ടരൊക്കെ എവിടെയും എത്താതെ ആ തെരുവുകളിൽ തന്നെ അവസാനിച്ചു പോയത് എന്തുകൊണ്ടാണ്? വിദ്യാഭ്യാസത്തിൻ്റെ കുറവാണ് ഏറ്റവും പ്രധാനം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവരുടെ സാഹചര്യങ്ങളെ കൊണ്ടാവാം, അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ കൊണ്ടാവാം, പഠിക്കേണ്ട കാലത്ത് പഠിക്കാതെ ആ കലയിൽ മാത്രം കുടുങ്ങിക്കിടന്നത് കൊണ്ട് അവരൊക്കെ ആ കലയിൽ അഗ്രഗണ്യരായി. പക്ഷേ സമൂഹത്തിൽ ആർക്കും അവർ വേണ്ടാത്തവരായി. ഞാൻ പറയാനുദ്ദേശിച്ച വിഷയത്തിലേക്കാണ് വരുന്നത്. അതിനു മുമ്പ് ഞാൻ പറഞ്ഞു പഴകിയ ഒരു കഥ കൂടി പറയാം. ഒരു മുക്കുവൻ പുഴക്കരയിൽ ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അയാൾ അവിടെ ഒറ്റയ്ക്കായിരുന്നു. നേരം വേണ്ടത്ര പുലർന്നിട്ടില്ലായിരുന്നു. സമയം പോവാൻ വേണ്ടിയിട്ട് തൻ്റെ അരികിലുള്ള കൽക്കൂമ്പാരത്തിൽ നിന്ന് ഓരോ കല്ലുകളായി പെറുക്കിയെടുത്ത് അയാൾ ആ പുഴയിലേക്ക് ഇങ്ങനെ എറിഞ്ഞുകൊണ്ടിരുന്നു. അപ്പോഴൊക്കെ അയാളുടെ ശ്രദ്ധ ആ ചൂണ്ടയിലേക്ക് മാത്രമായിരുന്നു. അവസാനത്തെ കല്ല് എറിയുന്നതിന് മുമ്പ് അയാൾ തൻ്റെ കയ്യിലുള്ള ആ കല്ലിലേക്കൊന്ന് നോക്കി. അയാൾ ഞെട്ടിപ്പോയി. അത് വില കൂടിയൊരു മുത്തായിരുന്നു. അപ്പോൾ എന്താ സംഭവം? അലക്ഷ്യമായി അതുവരെ അയാൾ എറിഞ്ഞ് കളഞ്ഞതെല്ലാം ആ മുത്തുകളായിരുന്നു. ഈ കഥ മുമ്പ് കേട്ടിട്ടില്ലേ? ഇങ്ങനെ അലക്ഷ്യമായി എറിഞ്ഞ് കളഞ്ഞ എത്രയോ അവസരങ്ങൾ എൻ്റെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട്. ബാംഗ്ലൂരിലെ LLB പഠനം അലക്ഷ്യമായി വലിച്ചെറിഞ്ഞതിൻ്റെ കുറ്റബോധം ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തേട്ടി വരാറുണ്ട്. മുക്കുവൻ ചൂണ്ടയിലേക്ക് മാത്രം കണ്ണു നട്ടിരിക്കുന്നത് പോലെ അക്കാലത്ത് എൻ്റെ ശ്രദ്ധ മുഴുവൻ മാജിക്കിൻ്റെ ലോകത്തായിരുന്നു. പക്ഷേ അന്ന് അവിടെ പിടിച്ചു നിന്നിരുന്നെങ്കിൽ, LLB കംപ്ലീറ്റ് ചെയ്തിരുന്നെങ്കിൽ, ഇംഗ്ലീഷും ഹിന്ദിയും ഒക്കെ മനോഹരമായി കൈകാര്യം ചെയ്യാൻ ഇന്ന് ഞാൻ പ്രാപ്തനാവുമായിരുന്നു. LLB പഠനത്തിന് ശേഷമാണ് മാജിക്കിൻ്റെ രംഗത്തെ തുടർന്നിരുന്നതെങ്കിൽ കുറേ കൂടി സാധ്യതകൾ എൻ്റെ മുമ്പിൽ തീർച്ചയായിട്ടും തുറക്കുമായിരുന്നു. അങ്ങനെ അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ ഒരുപാട് അവസരങ്ങളുടെ കഥകൾ ഇന്നിപ്പോൾ ഈ 60 വയസ്സാവുന്ന സമയത്ത് എൻ്റെ മനസ്സിലുണ്ട്. സ്നേഹിക്കപ്പെടാൻ ആഗ്രഹിച്ചിട്ടും തിരിച്ച് സ്നേഹം കൊടുക്കാൻ മടിച്ചതിൻ്റെ പേരിൽ നഷ്ടമായ എത്രയോ ബന്ധങ്ങൾ, വെറുതെ പാഴാക്കി കളഞ്ഞ എത്രയോ മണിക്കൂറുകൾ, മടി പിടികൂടിയതിൻ്റെ പേരിൽ വെറുതെ കളഞ്ഞ അവസരങ്ങൾ, അങ്ങനെ ഓർത്തെടുത്തു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, സാധാരണ വിദ്യാഭ്യാസം നേടുന്ന കാലത്ത് തന്നെ മറ്റ് കഴിവുകൾ ധാരാളമുള്ള മക്കളോടാണ് ഞാൻ പറയുന്നത്. അത് കലാപരമായോ കായികപരമായോ എന്തോ ആവട്ടെ, സ്കൂൾ കോളേജ് തലങ്ങളിലൊക്കെ വിദ്യാഭ്യാസം നേടുന്ന കാലത്ത് ഈ പഠനം കൊണ്ടൊക്കെ എന്താണ് കാര്യം, എൻ്റെ മേഖല ഇതല്ലല്ലോ എന്നൊക്കെ ചിന്തിച്ച് ഞാൻ പണ്ട് LLB പഠനം ഉപേക്ഷിച്ചതുപോലെ പഠനം നിർത്തി മറ്റ് മേഖലകളിലേക്ക് തിരിയുന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ നാട്ടിൽ. അതിൻ്റെ നഷ്ടം ആ പ്രായത്തിൽ മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ പറഞ്ഞു തരുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള മേഖല തിരഞ്ഞെടുക്കാം. പക്ഷേ അവിടെ നന്നായി ഭാഷകൾ കൈകാര്യം ചെയ്യാനും ഏത് മേഖലയിലേക്കും കടന്നു കയറാനുമൊക്കെയുള്ള അറിവ് കൂടി ഉണ്ടെങ്കിൽ ആ വ്യക്തിയുടെ ആകാശം തന്നെ വ്യത്യസ്തമായിരിക്കും. പണ്ടത്തെ കാലമല്ല ഇപ്പോഴുള്ളത്. ലോകം മുഴുവൻ ഇന്ന് നമ്മളുടെ വളരെ അരികിലാണ്. ഏത് അറ്റം വരെ വലുതാവാനുള്ള സാഹചര്യങ്ങളുമുള്ള കാലത്തേക്കാണ് നിങ്ങളൊക്കെ പിറന്നു വീണിരിക്കുന്നത്, നിങ്ങൾ വളരുന്നത്. അതുകൊണ്ട് ഔപചാരികമായ വിദ്യാഭ്യാസം ആവോളം നേടിയെടുക്കാൻ മടി കാണിക്കരുത്. ഓക്കെ? അപ്പോൾ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ മനസ്സിലാക്കിയ ഈ ജീവിത പാഠം കൂടി ഇന്ന് ഇവിടെ പങ്കുവയ്ക്കുന്നു. ജീവിതം ഒരു പാഠപുസ്തകം.